ഹായ് നമസ്കാരം, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. ദുരന്തർ 2 ഇപ്പോൾ തിയേറ്ററുകളിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇത്ര പെട്ടെന്ന് തിയേറ്ററുകളിൽ എത്തുന്നത്. ദുരന്തർ റിലീസായി വെറും 3 മാസത്തിനുള്ളിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു. ആദ്യ ഭാഗം GCC റിലീസ് ഇല്ലാതിരുന്നിട്ടും കൂടി 1000 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത്. ഇതിന്റെ പോക്ക് കാണുമ്പോൾ 1000 കോടിയിൽ എന്തായാലും നിൽക്കില്ല. ദുരന്തർ 2 ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് മാത്രം 172 കോടി രൂപയും വേൾഡ് വൈഡായി 236 കോടി രൂപയുമാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ദംഗലാണ്. ചിത്രം 2000 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് തകർക്കാൻ ദുരന്തർ 2-ന് കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച സ്പൈ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദുരന്തർ. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 250 കോടിക്ക് മുകളിലാണ്. ദുരന്തർ 2-ൽ അഭിനയിച്ച താരങ്ങളുടെ പ്രതിഫലം എത്രയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് വില്ലനായി എത്തുന്ന അർജുൻ രാംപാൽ മേജർ ഇക്ബാൽ എന്ന കഥാപാത്രം ചെയ്യാനായി 1 കോടി രൂപയോളമാണ് പ്രതിഫലമായി കൈപ്പറ്റിയിരിക്കുന്നത്. അടുത്തതായി സാറ അർജുനാണ്. ചിത്രത്തിൽ നായികയായി എത്തുന്ന സാറ അർജുൻ യാൽന ജമാൽ എന്ന കഥാപാത്രമായി എത്താനായിട്ട് 1 കോടി രൂപയാണ് പ്രതിഫലമായിട്ട് വാങ്ങിയിരിക്കുന്നത്. അടുത്തത് അക്ഷയ് കന്യയാണ്. ദുരന്തറിന്റെ ആദ്യ ഭാഗത്തിൽ റഹ്മാൻ തക്കത്ത് എന്ന അക്ഷയ് കന്യയുടെ കഥാപാത്രം കൊല്ലപ്പെടുന്നുണ്ട് എങ്കിലും ദുരന്തർ 2-ലെ ഫ്ലാഷ് ബാക്ക് സീനുകളിൽ അദ്ദേഹം എത്തുന്നുണ്ട്. ഇതിനായി 2.5 കോടിയോളം രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്. അടുത്തത് ആർ മാധവനാണ്. അജയ് സാനിയൽ എന്ന കഥാപാത്രമായി ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ 9 കോടിയോളം രൂപയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങിയെന്നാണ് റിപ്പോർട്ട്സുകൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ദുരന്തറിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയത് SP ചൗധരിയായിട്ട് എത്തിയ സഞ്ജയ് ദത്താണ്. ദുരന്തർ 2-ൽ അദ്ദേഹം അഭിനയിക്കാനായി ഏകദേശം 10 കോടിയോളം രൂപയാണ് പ്രതിഫലമായി കൈപ്പറ്റിയിരിക്കുന്നത്. ഇനി നമ്മൾ അവസാനമായി നായകനായ രൺവീർ സിംഗ്, ഹംസ അലി മസാരി, ജസ്ക്രിത് സിംഗ് റാങ്ങി തുടങ്ങിയ കഥാപാത്രങ്ങളായി ചിത്രത്തിൽ എത്തുന്നു. ദുരന്തർ 1-ലാണെങ്കിലും 2-ലാണെങ്കിലും അദ്ദേഹം വേറെ ലെവൽ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ദുരന്തർ 2-ൽ അദ്ദേഹത്തിന്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. അപ്പോൾ രൺവീർ സിംഗ് ഈ ഒരു ചിത്രത്തിനായി 50 കോടിയോളം രൂപയാണ് പ്രതിഫലമായി കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം. ബൈ.